രാജ്യം രാഹുൽ ഗാന്ധി നെഞ്ചിലേറ്റുന്നതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള സ്നേഹവും സഹകരണവുമാണ്. മനുഷ്യരെ വേർതിരിവില്ലാതെ ഒന്നായി കാണാനുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണം മറ്റാർക്കും അവകാശപ്പെടാനാകാത്ത വിധം പരിഭാവനമാണ് എന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ റായ്ബറേലിയിൽ ഡ്രോൺ മോഷ്ടാവെന്ന് ആരോപിച്ച് ഗ്രാമവാസികൾ ക്രൂരമായി കൊലപ്പെടുത്തിയ ഹരി ഓം വാൽമീകി എന്ന ദളിത് ഗ്രാമീണന്റെ കുടുംബത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. രാജ്യത്തിന്റെ മുഴുവൻ മനസ്സാക്ഷിയെയും പിടിച്ചുലച്ച ക്രൂരമായ കൊലപാതകം ജനങ്ങളെ ഒന്നാകെ വേദനയിൽ ആഴ്ത്തിയിരുന്നു. ദളിതരെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട ഭരണകൂടത്തിനെതിരെ രാഹുൽ നിശിതമായ വിമർശനമാണ് ഉന്നയിച്ചത്. രാഹുലിനെ കാണുന്നതിൽ ഇരയുടെ കുടുംബത്തെ പോലും കേന്ദ്ര സർക്കാർ ഭീഷണിപ്പെടുത്തി അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഹരി ഓമിന്റെ കുടുംബവുമായി സംസാരിച്ച രാഹുൽ സർവ്വ പിന്തുണയും ആ കുടുംബത്തിന് നൽകുകയാണ് ചെയ്തത്. ഒരു ദളിതനാകുന്നത് ഇപ്പോഴും ഈ രാജ്യത്ത് മാരകമായ കുറ്റകൃത്യമാണോ എന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യം. ഇന്നും BJPയുടെ ഭാഗത്തു നിന്ന് ദളിതർക്കെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും നടക്കുന്ന അതിക്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുന്നതല്ല. എല്ലായ്പ്പോഴും കുറ്റവാളികളെ സംരക്ഷിക്കുകയും ഇരയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യുന്ന കേന്ദ്രത്തിന് നീതിയെ തടങ്കലിലാക്കാൻ കഴിയില്ല എന്നാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തുന്നത്. BJP സർക്കാർ ഇരയുടെ കുടുംബത്തിന് മേൽ ചെലുത്തുന്ന സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നും കുറ്റവാളികൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും രാഹുൽ പറയുമ്പോൾ രാജ്യത്തെ ചൂഷിതരും നിരാലംബരും ദുർബലരുമായ എല്ലാ പൗരന്മാർക്കുമൊപ്പം രാഹുൽ ഉണ്ടെന്ന ദൃഢനിശ്ചയമാണ് ഇവിടെ വെളിവാകുന്നത്. ഒരു പരിഗണനയും നൽകാതെ ജനക്കൂട്ടത്തിനെതിരെ അതിക്രമം അഴിച്ചുവിടുന്ന BJPക്ക് രാഹുലിന്റെ സന്ദർശനം ഭയമുള്ളവയായിരിക്കുകയാണ്. തങ്ങൾ താഴുന്നവരെ സംരക്ഷിക്കാനും അവർക്കെതിരെ ശബ്ദമുയർത്താനും ഒരു നേതാവ് കടന്നു വരുന്നു എന്നതും BJPയുടെ ചങ്കിടിപ്പിന്റെ ആവൃത്തി ഇരട്ടിയാക്കുന്നുണ്ട്.